ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവര് നമ്മളുടെ കൈ ശരിക്കും പറഞ്ഞാൽ റിഫ്രഷിംഗ് ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ അവര് നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കഴുകിച്ച് തരും കേട്ടോ. കാരണം കിടക്കുന്നതിന് മുന്നേ കാലിൽ മൊത്തം ചെളിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളെയൊക്കെ എടുക്കുന്നത്. അവരുടെ ഡ്രസ്സിങ് കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ എന്തോ ഒരു മാല പോലത്തെ ഒരു ബോൾ പോലത്തെ ഒരു സാധനമൊക്കെ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു വലിയ കമ്പനിയാണ് ഈ മസാജ് ചെയ്യുന്ന ഒരു സംഭവം. ഇവരെല്ലാരും ഇപ്പൊ ഒരു 10 പേരുണ്ട്. നീ കൊള്ളാവലടി കൊച്ചേ, ഒരേ സമയത്ത് രണ്ടെണ്ണോ? നിന്നെ ഇതേപോലത്തെ 10 ആൾക്കാർ ഇതേ കോസ്റ്റ്യൂമിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരുമിച്ച് കാണാൻ നൈസാണ്. തൃശ്ശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കുന്ന ചെയ്യുന്നത് പോലെയുണ്ട്. ഇല എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആക്കുന്നു. എന്തോ ആഫ്രിക്കൻ കാടുകളിൽ നിന്നും കടൽ കടന്നെത്തിയ കാപ്പിരി കരുത്ത്, പട്ടപട്ടാരവും ഇടയ്ക്ക് പറക്കുന്ന പറവയുടെ താളാത്മകതയും കട്ടകട്ടാരവും ഇടയ്ക്ക് കുതികുതിക്കുന്ന കാട്ടുകുതിരയുടെ കുതികുതിപ്പും ഉരിവേറ്റുപായുന്ന പുള്ളി ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം നമ്മളറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. കാരണം കുറേ നേരം നമ്മൾ ഒരേപോലെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവരുടെ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്. പക്ഷെ സോഫ്റ്റാണ്. ഞാൻ പൊതുവെ ഞാൻ ചെയ്തിട്ടുള്ള മൊത്തം പെൺകുട്ടികളെ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടിയെ വെച്ച് അങ്ങനെ മസാജ് ചെയ്യുന്നത്. പക്ഷെ ഒരു സെയിം ഫീൽ തന്നെയാണ് കേട്ടോ. അത് അറിയുന്ന പോലുമില്ല. പിന്നെ സെക്ഷലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത്. ഒറിജിനൽ സാധനം ഉള്ളത്. മസാജ് ചെയ്യാത്തവര് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി മസാജ് ചെയ്യണം കേട്ടോ. അപ്പൊ അറിയാം അതിന്റെ ആ ഒരു ഡിഫറൻസ് എല്ലാം. ആഫ്രിക്കനാണ്, സൈസില് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആള് ചിമ്മിട്ടനാണ്. മസാജ് ഉണ്ട്, ഗ്രൂപ്പ് മസാജ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മസാജുകളും ഇവർക്കുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ബാക്കി സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ കൂടുതലും ഒരു 5-6-7 പേരൊക്കെ ചെയ്യും. ഇത് ആക്ച്വലി കുറച്ച് നേരമല്ല കേട്ടോ നീണ്ടു നിന്നത്. കുറേ നേരം ഇവരിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരം വട്ടത്തിൽ ചുറ്റും, പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വേണ്ട. നീங்களும் அப்படி நினைச்சீங்க இல்லையா? ஆமா சார். அப்ப நானும் அந்த மாதிரி நினைச்சதுல தப்பு இல்லையே? இல்ல சார். എന്നല്ല. പക്ഷെ മസാജ് അടിപൊളിയാണ്, ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ, പക്ഷെ ഇത് ഈ